Hello everyone and welcome back to my channel. Let's DIY. So, നമ്മുടെ ചാനൽ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഞാൻ ഇടുന്ന വീഡിയോകൾ ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്നത് കൊണ്ടാണോ എന്തിനാണോ എന്തോ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഏകദേശം 350 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. 350 നല്ല മനുഷ്യർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ കണ്ടിട്ട് പോകുന്നു, ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. ദയവീത് സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ അതെനിക്കൊരു പ്രചോദനമായിരിക്കും. ചുമ്മാ പഠിച്ച് കഴിഞ്ഞ് നിൽക്കുന്ന ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടാതിരിക്കാം. ഇതുകൊണ്ട് കാശൊന്നും കിട്ടില്ല എന്ന് 100% ഉറപ്പുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പൈസയൊക്കെ കിട്ടി നന്നാവുമെന്നൊന്നും ആരും വിഷമിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്നും ഇരിക്കരുത്. ഇപ്പോഴത്തെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. പോലീസും കാര്യങ്ങളും ഈ വീഡിയോ ഇടുന്ന ഇന്നത്തെ സമയത്താണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടൊരു യൂട്യൂബറിൻ്റെ വണ്ടിയൊക്കെ പിടിച്ചു. പുള്ളിക്കാരനാകെ സീനാക്കി ഗവൺമെൻറ് ഓഫീസിലൊന്നും ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങളെ ഉപദ്രവിച്ചു കൊണ്ട് ഇരിക്കുകയാണ്. ഒരു വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തെന്ന് പറഞ്ഞ് എന്ത് സംഭവിക്കാനാണ്? ഒന്നും സംഭവിക്കാനില്ല. അന്യരാജ്യങ്ങളിലൊക്കെ എന്തെല്ലാം ചെയ്യുന്നു, വണ്ടികൾ മോഡിഫൈ ചെയ്യുന്നു. വണ്ടി മോഡിഫൈ ചെയ്തെന്നും പറഞ്ഞ് അതൊരു വലിയ കുറ്റമായിട്ടൊക്കെ ആൾക്കാർ കാണുന്നു, എന്തെന്നറിയില്ല. എന്നാൽ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ എന്താ പറയുക, ബൾബുകളും കാര്യങ്ങളൊക്കെ കേടാവുന്ന എല്ലാം പറക്കി കളയുന്നുണ്ട്, അതൊരു വേസ്റ്റ് ആവുന്നു. ഇന്ന് എങ്ങനെ നമുക്ക് കേടായ ബൾബുകൾ ശരിയാക്കാം എന്ന് നോക്കാം. സോ വീഡിയോയിലേക്ക് കടക്കാം. ഇത് കണക്കുള്ള LED ബൾബുകൾ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായിരിക്കും. എല്ലാവരുടെ വീട്ടിലും എന്തായാലും ഇങ്ങനെയുള്ള കേടായ LED ബൾബുകൾ എന്തായാലും ഉണ്ടാവും. മിക്ക LED ബൾബുകളും ഒരു ഏകദേശം 80% LED ബൾബുകളും നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതായിട്ടുള്ള LED ബൾബുകളായിരിക്കും. ഇതിപ്പോൾ ഒരു സീരിയൽ ബോർഡാണ്. ഇങ്ങനത്തെ ഒരു ബോർഡ്, ഇത് AC 240 വോൾട്ടാണ്. കളിക്കുന്നവരൊക്കെ സൂക്ഷിക്കുക, കറണ്ട് അടിച്ച് തട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. സോ സീരിയൽ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നും മൾട്ടിമീറ്റർ എങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ ഉള്ള എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇട്ട് തരാം. ഇതെന്ന് പറയുന്നത് കേടായ LED ബൾബുകൾ എങ്ങനെ ശരിയാക്കി എടുക്കാം. 100% ഇത് വർക്കൗട്ടാവും. അതായത് ബൾബിൻ്റെ പവർ സപ്ലൈക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ 100% ഈ ട്രിക്ക് വെച്ച് മിക്ക LED ബൾബുകളും നമുക്ക് പണിഞ്ഞെടുക്കാം. ഈ ബോർഡ് കറണ്ടിൽ കൊടുത്തിട്ടുണ്ട്. സീരിയൽ രീതിയിലാണ് ചെയ്തേക്കുന്നത്. എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ രീതിയിലാണ് ഓടുന്നത്. ഇതിനെ നമ്മൾ ഇതിനാണ് മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ഇട്ടേക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിനെ കണ്ടിന്യൂറ്റി മോഡ് ഇടണം. മൾട്ടിമീറ്റർ ഇല്ലാത്തവർക്ക് ഒരു തുണ്ട് അതായത് കമ്പിയല്ല, പീസ് ഓഫ് വയർ, ഒരു വയറായാലും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ സപ്ലൈ വർക്കാവുന്നതെന്ന് നമ്മളൊന്ന് നോക്കണം. അതായത് ഇതിൽ നിന്ന് വോൾട്ടേജ് ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഏകദേശം ഒരു നോർമൽ LED ബൾബിന് ഇത് DC വോൾട്ടാണ്. അതായത് ബൾബിൻ്റെ കോൺടാക്ട്സിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ കറണ്ട് അടിക്കുമെന്നൊന്നും ആരും പേടിക്കേണ്ട. അതായത് പ്രോപ്പറായിട്ടുള്ള നല്ല കമ്പനി ബൾബാണെന്നുണ്ടെങ്കിൽ കറണ്ട് അടിക്കില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ കറണ്ട് എന്തായാലും അടിക്കും. AC ഫുൾ റെക്ടിഫൈ ആയി പോയില്ല എന്നുണ്ടെങ്കിൽ ലീക്കേജ് വന്നിട്ട് നമുക്ക് കറണ്ട് അടിക്കും. ഇതിൻ്റെ ഓരോ ബൾബുകൾക്കും എക്രോസ് നമ്മൾ കണ്ടിന്യൂറ്റി മോഡ് ഇട്ടിട്ട് പ്രോബ് വെച്ച് നോക്കണം. കംപ്ലൈൻ്റ് ആയ ബൾബ് നമ്മൾ ജമ്പ് ചെയ്ത്, അതായത് അതിനെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം സീരിയലിലാണ് കൊടുത്തേക്കുന്നത്. അതായത് ഒരു ബൾബ് കേടായി കഴിഞ്ഞാൽ ബാക്കി ബൾബുകളൊന്നും കത്തില്ല. അതായത് കേടായ ബൾബിനെ ഇത് കണക്ക് നമ്മൾ ഷോർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാക്കും. ഒരു തുണ്ട് വയർ വെച്ചിട്ടായാലും ഇത് നമുക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ഷോർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഏത് ബൾബാണോ കേടായത് ആ ബൾബിൻ്റെ കോൺടാക്റ്റ് ഷോർട്ട് ആകുമ്പോഴത്തേക്ക് ബൾബ് ഇത് കണക്ക് കത്തും. ഈ ഫ്ലിക്കറിങ് വരുന്നതിൻ്റെ മീറ്ററിൻ്റെ ഇതാണ്. ആ മീറ്റർ മാറ്റി ഒരു വയർ കൊണ്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിക്കറിങ് മാറും. ഇതിനകത്ത് ഇപ്പോൾ ഒരു ബൾബ് പോലും കത്താതിരുന്ന, അതായത് ഒരു LED ബൾബ് പോലും കത്താതിരുന്ന ബൾബിനെ 100% ഇത് നമുക്ക് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അതായത് ആ ബൾബിനെ നമ്മൾ ഷോർട്ടായ ബൾബിനെ കണ്ടുപിടിച്ച് കോൺടാക്റ്റ് ഷോർട്ട് മാറ്റി എടുത്തു കഴിഞ്ഞാൽ, അതായത് ആ കേടായ ബൾബിനെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ആ ജോയിൻറ്റ് ആ ബൾബിരുന്ന ഭാഗം ഒരു തുണ്ട് വയർ കൊണ്ടോ സോൾഡർ കൊണ്ടോ അങ്ങനെ ഒട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ബൾബ് വീണ്ടും കത്തുന്നതായിരിക്കും. അതായത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ഒരു കൂട്ടം പ്ലാസ്റ്റിക്കിനെ നമുക്ക് സുഖമായി ഒഴിവാക്കിയെടുക്കുകയും ചെയ്യാം. പൈസ നമ്മുടെ കയ്യിലിരിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ ചില ബൾബുകളിൽ ഞാൻ ഇപ്പോൾ അടുത്തൊരു ബൾബ് കാണിച്ചത്. ഇന്നത്തെ ദിവസം തന്നെ ഒരു 3-4 ബൾബ് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അതായത് ഇത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് തന്നെ ഏകദേശം ഒരു 2-3 ആഴ്ച ബൾബുകളൊക്കെ വർക്കായതിന് ശേഷമാണ്. ബൾബുകളൊക്കെ നല്ല രീതിക്ക് ഇപ്പോഴും വർക്കാവുന്നുണ്ട്. കേടായ ബൾബിനെ നമ്മൾ കട്ട് ചെയ്ത് ഡീസോൾഡർ ചെയ്തെടുത്ത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, അതിനെ വീണ്ടും ആ ബൾബ് ഇരുന്ന ഭാഗം ഒന്ന് ഷോർട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല രീതിക്ക് വീണ്ടും വർക്കാവും. അടുത്ത 2-3 ബൾബ് കൂടെ ഞാൻ ഇതിനകത്ത് തന്നെ കാണിച്ചു തരാം. ആ ബൾബ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ
ഇത് തുറക്കാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തട്ടിപ്പൊട്ടിച്ച് തുറക്കാനേ വകുപ്പുള്ളൂ, അല്ലാതെ തുറക്കാൻ വകുപ്പൊന്നുമില്ല. കാരണം ഒട്ടിച്ച് വെച്ചേക്കുന്നത് ഇത് വാട്ടർ സീൽഡ് ബൾബല്ലേ, അകത്ത് വെള്ളം കയറത്തില്ല. നമ്മളിതിനെ തുറന്നതിന് ശേഷം ആ 2-3 ബൾബെന്ന് പറയുന്നത് ഏകദേശം കത്തുന്ന ടൈപ്പിലെ ബൾബാണ്. നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ബൾബ് കത്തുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ ആ ബൾബിനെ ഇളക്കി കളഞ്ഞിട്ട് ഫ്ലക്സ് തേച്ച് ഞാൻ ഇത് സോൾഡർ ചെയ്ത് ആ കോണ്ടാക്റ്റ്, അതായത് ബൾബിൻ്റെ ഇത് SMD ബൾബ്സാണ്, അതായത് ഇതിന് കാലൊന്നുമില്ല. മറ്റേ സാധാ നമ്മൾ LED ബൾബുകൾക്ക് കാലൊന്നും വരുന്നില്ല. ഇത് SMD LEDs എന്നാണ് ഇതിന് പറയുന്നത്. ഇത് കംപ്ലൈൻ്റ് ആവാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റണ്ണിങ് ടൈമിൽ നല്ല രീതിക്ക് ഹീറ്റാവും. സീരിയൽ ബൾബ് ആയതുകൊണ്ട് ഒരുപാട് ഹീറ്റാവുന്നത് കൊണ്ട് ഈ ഹീറ്റ് സിങ്കിന് പ്രോപ്പറായിട്ട് എന്തായാലും ഫാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഹീറ്റ് നിന്നിട്ട് ആ ബൾബ് കേടായി പോണത്. ഒരു LED ബൾബ് പോയി കഴിഞ്ഞാലും മതി, സകല LED ഇതിനകത്ത് കത്താതായി പോകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ആ ഒരു ജോയിൻറ്റിനെ, ആ ബൾബ് ഇരുന്ന ഭാഗം ബൾബ് ഇളക്കി കളഞ്ഞിട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ ബൾബ് കത്തുന്നതാണ്. ഇത് കണക്കുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും കണക്ക് എൻ്റെ ചാനലിന് വളരെ സപ്പോർട്ട് കുറവാണ്. ഞാൻ ഇടുന്ന വീഡിയോസ് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ കാര്യം ഒന്ന് വേർഡൊന്ന് സ്പ്രെഡ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് കൂട്ടി തന്നിരുന്നെങ്കിൽ വളരെ വളരെ സന്തോഷമായിരുന്നു. മലയാളികൾ പൊതുവേ സഹായിക്കുമെന്നൊക്കെ വിചാരിക്കാം. മലയാളത്തിലൊക്കെ ഇടാം. കണ്ട ബൾബ് നല്ല രീതിയിൽ കത്തുന്നു, LED ബൾബ് വർക്കായി. ഇങ്ങനത്തെ ഒരു ട്രിക്ക് ഞാൻ യൂട്യൂബിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതോ ഇനിയിപ്പോൾ ഞാൻ തപ്പിയതിട്ട് കാണാത്ത പോയതാണോ എന്തോ എനിക്കറിയില്ല. ഈ ബൾബിന് കണ്ടോ, കത്തുന്നു നയന്നു. അപ്പം നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് സകല LED വർക്കിംഗ് ആണ്, ഒരു LEDക്കും കംപ്ലൈൻ്റ് ഇല്ല. അതെങ്ങനെ കണ്ടുപിടിക്കും? ആക്ച്വലി ഇതിൻ്റെ എന്താ പറയുക, PN ജംഗ്ഷൻ ഉണ്ട്. ഒരു ബേസിക്കലി ഡയോഡാണല്ലോ ഇത്. ആ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് കണ്ടക്റ്റ് ആവാതെ വരുന്നത്. പ്രോപ്പറായിട്ട് കത്തുന്നൊരു ബൾബിന് എക്രോസ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ മൾട്ടിമീറ്റർ മാറ്റി ഞാനിപ്പോൾ ഒയർ കൊണ്ടാണ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് വർക്കാവുന്ന ഒരു LEDക്ക് എക്രോസ് ഒയർ വെച്ച് കഴിഞ്ഞാൽ ആ ബൾബ് ഓഫാവും. കാര്യം സീരിയലാണ്, അതിൽ കൂടെ കറണ്ട് കയറി പോകത്തില്ല. അപ്പം ബൾബ് ഓഫായി പോകും. ഇപ്പോൾ ഇതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ബൾബിന് എക്രോസ് നമ്മൾ വെക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ആ കറണ്ട് പ്രോപ്പറായിട്ട് എല്ലാത്തിലും പാസ് ചെയ്യുകയും ചെയ്യും. ബാക്കിയുള്ളതിനൊക്കെ ആവശ്യത്തിനുള്ള കറണ്ട് ഡ്രോ ചെയ്യാനും പറ്റും. അതായത് ആ കേടായ ബൾബ് എത്ര കറണ്ടാണോ കൊടുക്കാൻ പറ്റുന്ന അത്ര കറണ്ട് മാത്രമേ മൊത്തത്തിലുള്ള ബൾബുകൾക്കും കിട്ടത്തുള്ളൂ. ഇപ്പോൾ തന്നെ കണ്ട ആ ഒരു ബൾബിനെ കേടായത് ഷോർട്ട് ചെയ്തപ്പോഴത്തേക്ക് എന്തായി, ബൾബ് മൊത്തത്തിൽ കത്തി. നമ്മളിങ്ങനെ കത്തിച്ചതിന് ശേഷം ഇതിൻ്റെ കേസ് അടയ്ക്കാനായിട്ട് വേറൊരു വഴിയൊന്നുമില്ല, സൂപ്പർ ഗ്ലൂ മാത്രമേ ഉള്ളൂ. എൻ്റെ വീഡിയോസിൽ മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ അലബലബലബലെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും സംസാരവും ഡീറ്റെയിൽസും ഒക്കെ, അതായത് ഞാൻ ഡീറ്റെയിൽസ് ഒന്നും ഇടുന്നില്ല, വെറുതെ വീഡിയോ മാത്രം ഇടുന്നു എന്നുള്ള കമൻറ്റ്സ് വന്നതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഓരോരോ കൊച്ചു കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ആ ബൾബ് മാറ്റി വേറൊരു ബൾബാണ്, സെയിം കംപ്ലൈൻ്റ് ആണ് ഈ ബൾബിനും. എന്താ പറയുക, സെയിം അതെ, മിക്ക ബൾബുകൾക്കും ഇത് തന്നെയാണ് കംപ്ലൈൻറ്റ് വരുന്നത്. അതായത് നല്ല ക്രോംപ്റ്റൺ, ഇതിപ്പോൾ ക്രോംപ്റ്റൻ്റെ ബൾബുകളാണ്. ക്രോംപ്റ്റനും ഫിലിപ്സുമാണ് ഞാനിപ്പോൾ 2 ബൾബ് ശരിയാക്കിയത്. 3 ബൾബ് ഇപ്പോൾ ഇതിനകത്ത് ശരിയായി കാണിച്ചു തരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 4-5 ബൾബ് അന്ന് തന്നെ ശരിയാക്കി എടുക്കുകയും ചെയ്തതാണ്. ഈ ബൾബും ഏകദേശം ശരിയാവും എന്നല്ല, ഇതും ശരിയാവും. കാരണം ഞാൻ ഈ വീഡിയോയ്ക്ക് ഓഡിയോ ഡബ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഈ വീഡിയോ ഒക്കെ എടുത്ത് ഒരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് വെറും ലൈക്കിനും എന്താ പറയുക സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി മാത്രമല്ലല്ലോ. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗം വരണം. അതുകൊണ്ട് ഇത് ഞാൻ എടുത്ത് ബൾബ് പ്രോപ്പറായിട്ട് വർക്കാവുന്ന 2-3 ആഴ്ചയെങ്കിലും പ്രോപ്പറായിട്ട് ഓടി. ഇപ്പോഴും ആ ബൾബുകളൊക്കെ കത്തുന്നുണ്ട്, ബൾബിനൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സോ എല്ലാവരും ഒന്ന് മനസ്സൊക്കെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു 1000 സബ്സ്ക്രൈബറൊക്കെ ആക്കി തന്നിരുന്നെങ്കിൽ നമുക്കൊരു സന്തോഷം വരുന്നു. എല്ലാ ചാനൽക്കും 1000 ഒക്കെ ഉണ്ടല്ലോ, അപ്പം അവിടെ കാണുമ്പോൾ ഒരു സന്തോഷം. ആൾക്കാരൊക്കെ ഒന്ന് മനസ്സ് വയ്ക്കുന്നുണ്ടേ, എന്തിരുടെ നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇടുന്നത്. അല്ലാതെ ഇതിൽ നിന്ന് പൈസയൊക്കെ കിട്ടുമെന്ന് ഒരു രീതിയിലും നമുക്കൊന്ന് ഈ ജന്മമൊന്നും ഇതിൽ നിന്ന് ഒരു പറ്റണ്ടാം കണക്ക് സബ്സ്ക്രൈബറൊന്നും കിട്ടാനൊന്നും പോകണ്ട. കാര്യം കോമഡി വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കിട്ടും. സോ ഇങ്ങനെയാണ് കേടായ ബൾബുകൾ ശരിയാക്കാൻ പറ്റുന്നത്. വീഡിയോ കണ്ടതിന് വളരെ നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. വിൽ ബി ബാക്ക്.